സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രേസൽ വെർബ്സ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പല സ്ഥലത്തായിട്ട് ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എല്ലാത്തിനും കൂടെ കളക്ട് ചെയ്തതാ നമ്മൾ ഇവിടെ ടേബിൾ ആയിട്ട് പഠിക്കാൻ പോവാണ്. The first one is knocked down. Do you remember the old man's flight attempts? Flight attempts ൽ എന്താണ്? He almost knocked the shed down എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു സാധനത്തിനെ ഹിറ്റ് ചെയ്ത് അതിനെ താഴെ വീഴ്ത്തുക. That is knocked down. Then we have call in. The neighbor was called in. Call in എന്ന് പറഞ്ഞാൽ ഒരാളെ summon ചെയ്യുക, വരുത്തിക്കുക. Okay. Then we have set up. The house was set up അല്ലെ. The rabbit warren was set up. അപ്പൊ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ ഇറക്ട് ചെയ്യാം. Then watch over. Pelayo was watching over. അപ്പൊ watch over എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിൽ കോഷ്യസ് ആയിട്ട് നമ്മൾ എന്തിനെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. Okay. Give up. Give up എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is to admit defeat or to stop doing something. Okay. Come down with അല്ലെങ്കിൽ came down with എന്ന് പറഞ്ഞാൽ to suffer from a minor illness. They both came down with chicken pox. Yes, very good. And then we have keep on. Keep on എന്ന് പറഞ്ഞാൽ continue doing something. Somewhat similar ആയിട്ടുള്ള ഒരു phrasal verb ഉണ്ട്, അതാണ് go on. Go on എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആണ് continue. Okay. Then we have hang on. ഒരു സ്ഥലത്ത് perseverance ഓട് കൂടി ഹോൾഡ് ചെയ്തിരിക്കുക, that is hang on. Then we have put on. Put on is to wear something. അപ്പൊ put on പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം? To remove something അല്ലെ. അപ്പൊ ഒരു സാധനം ഇടുകയാണെങ്കിൽ put on, അത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ that is take off. And then we have bring up. Bring up ചെയ്യാന്ന് പറഞ്ഞാൽ to raise someone. ഒരു കുട്ടീനെ റേസ് ചെയ്യുന്നതിനെ ബ്രിങ് അപ്പ് എന്ന് പറയും. അതേപോലെ ഒരു ടോപ്പിക് എടുത്തിടുന്നതിനെയും നമ്മൾ എന്ത് പറയും? ബ്രിങ് അപ്പ് എന്ന് പറയും. ലുക്ക് അപ്പ്. ലുക്ക് അപ്പ് മീൻസ് യു സെർച്ച് ഫോർ സംതിങ്. ആൻഡ് ദർ ഇസ് വൺ കോൾഡ് ലുക്ക് അപ്പ് ടു. ലുക്ക് അപ്പ് ടു എന്ന് പറഞ്ഞാൽ വെൻ യു റെസ്പെക്ട് സംവൺ. ഓക്കെ. ദെൻ ടേൺ അപ്പ് ഇസ് ആസ് യു നോ ടു അറൈവ്, ആൻഡ് call up is to call someone asking them to arrive. Speak up is when you speak for yourself. നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കുക, that is speak up. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള phrasal verbs എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരെണ്ണമാണ് make out. Make out എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നാണ്. Then run out of. Run out of എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോവാ. Okay, that is run out of. Then you have work something out. Work something out എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിനെ സോൾവ് ചെയ്യുക. സെറ്റ് ഔട്ട്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ഫിഗർ ഔട്ട് എന്ന് പറഞ്ഞാൽ അഗൈൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, ലൈക്ക് യു ഫൈൻഡ് എ സൊല്യൂഷൻ. ആയിട്ട് ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട് അല്ലെ. മേക്കപ്പ് വൺസ് മൈൻഡ്. മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഡിസൈഡ് ഓൺ സംതിങ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മേജർ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. സോ ഹൗ അബൌട്ട് വി സ്റ്റാർട്ട് ഡൂയിങ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഇറ്റ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ ആൻഡ് ഡാഷ് എ നെയ്ബർ വുമൻ. അപ്പൊ അവർക്ക് മനസ്സിലായി അയാൾ ഒരു ലോൺലി കാസ്റ്റവേ ആണ്. എന്നിട്ട് അവർ ആ നെയ്ബർ വുമനെ എന്താ ചെയ്തത്? നമുക്കറിയാമല്ലേ, ആ നെയ്ബർ വുമനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അപ്പൊ എന്തായിരിക്കും ആൻസർ? They called in. Okay, they called in the neighbor woman. Okay, she told them that he was an angel who was dashed by rain. അപ്പൊ അയാൾ ഒരു ഏഞ്ചൽ ആയിരുന്നു, അയാൾ മഴ കാരണം അവിടെ വീണ് കിടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതില് വീണ് കിടക്കുകയാണെന്നുള്ള മീനിങ് എന്തിലാ വരിക? He was knocked down by rain. The frightened Pelayo who dashed the old man with a bailiff in hand. പക്ഷെ പെലായോ എന്തായിരുന്നു? He was frightened അല്ലെ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? കയ്യിൽ ഒരു ബെയിലിഫ് വെച്ചിട്ട് ഈ ഓൾഡ് മാനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതെന്താണ്? വാച്ച് ഓവർ. ഓക്കെ, വാച്ച് ഓവർ രണ്ടുവട്ടം കൊടുത്തിട്ടുണ്ട്. സോ വാച്ച് ഓവർ ഇസ് ദി ആൻസർ. Okay, now let us move to the next question, that is Pelayo also dash a rabbit warren. അപ്പൊ നമുക്കറിയാമല്ലേ, പെലായോ റാബിറ്റ് വാറൻ എന്താ ചെയ്തത്? ബിൽഡ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അത് ഇതിൽ ഏതാണ്? സെറ്റപ്പ് ആണ് അല്ലെ. ഹി സെറ്റ് അപ്പ് എ റാബിറ്റ് വാറൻ. ഹി സെറ്റ് അപ്പ് എ റാബിറ്റ് വാറൻ ആൻഡ് ഡാഷ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. അയാളുടെ ബെയിലിഫ് ആയിട്ടുള്ള ജോലി എന്നേക്കായിട്ട് ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കുക, ഡിഫീറ്റ് അഡ്മിറ്റ് ചെയ്യുക, അതിനൊക്കെ നമ്മൾ എന്താ പറയാ? ഗിവ് അപ്പ് അല്ലെ. ആൻഡ് ഹി ഗേവ് അപ്പ് ഹിസ് ജോബ് as a bailiff for good. His child and the angel then dash with chicken pox. അയാളുടെ കുട്ടിക്കും ഏഞ്ചലിനും എന്ത് വന്നു? ചിക്കൻ പോക്സ്, അസുഖം വന്നു അല്ലെ. അപ്പൊ അസുഖം വരുന്നത് എന്താണ്? came down with. The child however dash going to the old man. അപ്പം അതിന്റെ ആൻസർ ഇത് വളരെ ഒബ്വിയസ് ആണ്. അഗൈൻ അതിന്റെ ആൻസറും ആ ആൻസറിന്റെ മീനിങ്ങും that you have to write in the comment section and send this video to everybody. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.